അപ്പോൾ ആരും നിക്കറിൽ തൂറാത്ത ഒരു ഇന്ത്യയാണ് മുയലിൻ്റെ സ്വപ്നം. ഗൈസ്, ഇന്ന് ഓന്തിൻ്റെ ചാനലിൽ മുയൽ പോയിരുന്നു. പട്ടാളക്കാരനോടും കെട്ടിയോളോടും സമാധാന സംഭാഷണത്തിന് മുതിർന്നിരുന്നു. പട്ടാളക്കാരൻ വളരെ ബുദ്ധിയുള്ള ആളാണല്ലോ, അയാളോട് സംസാരിച്ചാൽ അയാൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുമെന്ന് മുയൽ കരുതി. എന്നാൽ അത് മനസ്സിലാക്കുന്നതിന് പകരം അയാളുടെ ഉണ്ടയില്ലാത്ത തോക്ക് വെച്ച് മുയലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് മണിയും തൊട്ടിയും ചേർന്ന് മുയലിനെതിരെ എസ്.എ. കമൻസ്, ആ പേര് ഇവിടെ പറയാൻ സാധിക്കില്ല, എസ്.എ. കമൻസ് ഇട്ടു. അപ്പോൾ മുയൽ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കി. മാത്രമല്ല, പട്ടാളക്കാരൻ പകുതിയായപ്പോഴാണ് അവൻ്റെ തോക്കിൽ ഉണ്ടയില്ല എന്ന് അറിഞ്ഞത്. അപ്പോഴേക്കും അവൻ ഉണ്ട നിറയ്ക്കാനായി പോയി. ആ സമയത്താണ് മുയൽ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടത്. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഗോൾഡ് മണിയും തൊട്ടിയും ചേർന്ന് അവരുടെ മകളുടെ ഗർഭം മുയലിൻ്റെ തലയിൽ കെട്ടിവെച്ചു. അതായത് മുയലാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയത് എന്ന പേരിലാക്കി. പറഞ്ഞ വ്യക്തിയെ നമുക്കറിയാം, അവരുടെ അടുത്ത സുഹൃത്തായ വ്യക്തിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഏറ്റെടുക്കുന്നതിന് പകരം, ഇതിനെതിരെ സംസാരിക്കുന്നതിന് പകരം, ഇത് അല്ല എന്ന് നിഷേധിക്കുന്നതിന് പകരം ആ ഗർഭം ഉണ്ടാക്കിയത് മുയലാണെന്ന രീതിയിൽ അത് മുയലിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നു. ഗൈസ്, ഇത് മുയലിന് സഹിക്കാൻ സാധിക്കുന്നില്ല. ഗൈസ്, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, മുയൽ ഒരിക്കലും ഒരു സദാചാരവാദിയല്ല. ആരും ലോഡ്ജിൽ പോകുന്നതോ ആരും റിലേഷൻഷിപ്പിലാകുന്നതോ ഒന്നും മുയലിൻ്റെ പ്രശ്നമേ അല്ല. മുയലിൻ്റെ വിഷയം ജോൺസി പെണ്ണ്, അതായത് ജാനി പെണ്ണ് നിക്കറിൽ കൂടെ തൂറിയത് മാത്രമാണ്. അതിനെതിരെയാണ് മുയൽ സംസാരിക്കുന്നത്. അതായത് സർക്കാർ ഇത്രയേറെ ടോയ്ലറ്റുകൾ നമുക്കായി ഉണ്ടാക്കി വെക്കുമ്പോൾ എന്തിനാണ് ഒരു വ്യക്തി ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പല തവണയായി നിക്കറിൽ തൂറുന്നത്? ഇതിനെപ്പറ്റിയാണ് മുയൽ സംസാരിക്കുന്നത്. ബാക്കിയൊന്നും മുയലിൻ്റെ വിഷയമേ അല്ല. സ്വച്ഛ് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നത് മുൻനിർത്തി ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രി, അതായത് ഒരു വികസ്വര രാജ്യമായി മുന്നേറുമ്പോൾ ഇങ്ങനെയുള്ള നിക്കറി തൂറികൾ കാരണം ഇന്ത്യ പിന്നോട്ട് പോകുന്നതാണ് മുയലിൻ്റെ പ്രശ്നം. അപ്പോൾ ഇതിനെതിരെ മുയൽ സംസാരിക്കും. മാത്രമല്ല, വേണ്ടി വന്ന ക്ലിഫ് ഹൗസിൽ പോയി മുയൽ സത്യാഗ്രഹം ഇരിക്കും. ആരും നിക്കറി തൂറാൻ മുയൽ അനുവദിക്കില്ല. അതിനെതിരെയാണ് മുയൽ പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് മുയലിന് കിട്ടിയ തെറിവിളിക്കെതിരെ, അതായത് മുയലിന് കിട്ടിയ എസ്.എ. കമൻസിനെതിരെ ആ പേര് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് എസ്.എ. എന്ന വാക്ക് മുയൽ ഉപയോഗിക്കുന്നത്. മുയലിനെതിരെ ഇട്ട എസ്.എ. കമൻസിനെതിരെ അവരെ കമന്റ് ഇട്ടവർക്ക് പകരം മുയൽ ആക്രമിക്കാൻ പോകുന്നത് ജോൺസിയെയാണ്. ജോൺസി പെണ്ണെ, വേണമെങ്കിൽ ഇതൊക്കെ അവസാനിപ്പിക്കാൻ മുയൽ, എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം റിട്രീവ് ചെയ്യാൻ മുയൽ തയ്യാറാണ്. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നീ ഉപദ്രവിച്ച മനുഷ്യരോട്, കുഞ്ഞുങ്ങളോട്, സ്ത്രീകളോട്, നിനക്ക് ഇല്ലാത്ത അത് ഉള്ള പുരുഷന്മാരോട് നീ കാണിച്ച ദ്രോഹത്തിന് ഒരു സോറി പറഞ്ഞ് ഇനി മുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാതിരുന്നാൽ മുയൽ ചെയ്ത എല്ലാ വീഡിയോകളും റിട്രീവ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല, നിന്നെ വെളുപ്പിച്ച് കയ്യിൽ തരും, കേട്ടോടി. മുയൽ നല്ല തിരക്കിലാണ്. അപ്പോൾ മുയലിൻ്റെ തിരക്ക് കഴിഞ്ഞ് മുയൽ ജോൺസി പെണ്ണിനെ എടുത്തിട്ട് അലക്കുന്നതായിരിക്കും. അപ്പോൾ ആരും നിക്കറിൽ തൂറാത്ത ഒരു ഇന്ത്യയാണ് മുയലിൻ്റെ സ്വപ്നം.